മാഷ്മി എങ്ങനെയാണ് ഇനി നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത്? നമ്മൾ കൊച്ചിയിലേക്ക് മധ്യകേരളത്തിന്റെ അവസ്ഥ അറിയാൻ വേണ്ടി കൊച്ചിയിലേക്ക് ഒന്ന് പോകുന്നുണ്ട്. വിപിൻ സി വിജയൻ ചെയ്യുന്നു. വിപിൻ, അവിടെ കുന്നത്തുനാട് അടക്കം 80% മുകളിലേക്ക് എത്തിയിട്ടുണ്ട്. പക്ഷേ കുന്നത്തുനാടിൽ കഴിഞ്ഞ തവണയും 80 മുകളിലേക്ക് എത്തിയ ഒരു മണ്ഡലമാണ്. അതുകൊണ്ട് അതൊരു അത്ഭുതം എന്ന് പറയാനുണ്ടോ എന്നറിയില്ല. എന്തായാലും പൊതുവിൽ ഇപ്പോൾ പോളിംഗ് ബൂത്തിലെ കാഴ്ച എന്താണ്? ഇനിയും വോട്ട് രേഖപ്പെടുത്താൻ വോട്ടർമാരുടെ നിരയുള്ള ബൂത്തുകളുണ്ടോ, അതോ ഓൾമോസ്റ്റ് ഡൺ ആയോ? ആഷ്മി, കളമശ്ശേരി, പെരുമ്പാവൂർ, ഫോർട്ട് കൊച്ചി എന്നിവിടങ്ങളിൽ 1-2 ബൂത്തുകൾ ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ മറ്റെല്ലാവിടെയും ഏകദേശം പൂർണ്ണമായും വോട്ടിംഗ് കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് എറണാകുളത്തെ ഒരു പൊതുചിത്രം ഉള്ളത്. അവിടെയും 100-ൽ താഴെ ആളുകളാണുള്ളത്. അവർക്കൊക്കെ തന്നെ സ്ലിപ്പ് കൊടുത്തിട്ടുണ്ട്. ഉടൻ തന്നെ ആ ഒരു തിരക്ക് അത് പരിഹരിക്കാൻ കഴിയും എന്നുള്ളത് ആണ് ഇപ്പോൾ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നത്. അതൊക്കെ സ്മൂത്തായി തന്നെ നടക്കുന്നു എന്നുള്ളതാണ്. ഈ പറഞ്ഞതുപോലെ തന്നെ 70% മുകളിലേക്ക് കഴിഞ്ഞ തവണ കുന്നത്തുനാട് മാറിയെങ്കിൽ ഇപ്രാവശ്യം അത് 80% മുകളിലേക്ക് മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. കേരളത്തിലെ 4 മണ്ഡലങ്ങൾ ഇത്തരത്തിൽ 80% മുകളിലേക്ക് പോകുമ്പോൾ അതിലൊന്ന് എറണാകുളത്തെ കുന്നത്തുനാടാണ്. ഏറ്റവും വലിയ ത്രികോണ മത്സരങ്ങൾ നടന്ന സ്ഥലങ്ങളിൽ ഒന്നാണ് കുന്നത്തുനാട്. അവിടെ 80% മുകളിലേക്ക് വോട്ടിംഗ് ശതമാനം മാറിയിരിക്കുന്നു. ഒപ്പം തന്നെ കഴിഞ്ഞ തവണ 74.15 ആയിരുന്നു എറണാകുളത്തെ വോട്ടിംഗ് ശതമാനമെങ്കിൽ ഇപ്പോൾ ഇപ്രാവശ്യം അത് 79 മുകളിലേക്ക് എത്തിയിരിക്കുന്നു. കൃത്യമായിട്ടുള്ള കണക്കുകൾ വരുന്നേ ഉള്ളൂ. പക്ഷേ 79.5% മുകളിലേക്ക് പോയിരിക്കുന്നു എന്നുള്ളതാണ് അവസാനമായി നമുക്ക് ലഭിക്കുന്ന ഒരു വിവരമുള്ളത്. എല്ലാ മണ്ഡലങ്ങളിലും, അതായത് 75% മുകളിലേക്ക് 14 മണ്ഡലങ്ങളുള്ളതിൽ 14ലേക്കും മാറിയിരിക്കുന്നു എന്നുള്ളത് കൂടിയുണ്ട്. ഈ SIR വന്നതിന് ശേഷമുള്ള ആദ്യത്തെ തിരഞ്ഞെടുപ്പ്, ആ തിരഞ്ഞെടുപ്പിൽ വലിയ രീതിയിലുള്ള ഒരു വോട്ടിംഗ് ശതമാനത്തിന്റെ വർധനവ് പൊതുവെ കാണുന്നുണ്ട് എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ്. തൃപ്പൂണിത്തറയിൽ 79% അവസാനമായി ഇപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ നമുക്ക് നൽകിയ കണക്ക് പ്രകാരമുള്ളത്. ഞാൻ നിൽക്കുന്നത് കുന്നത്തുനാടിൽ തന്നെയുള്ള ഒരു സ്കൂളിലാണ്, മൊറോക്കാല സ്കൂളിലാണ് ഞാൻ നിൽക്കുന്നത്. ഇവിടെ വോട്ടിംഗ് പൂർണ്ണമായും അവസാനിച്ചിരിക്കുന്നു. സ്ലിപ്പ് കൊടുത്തവരടക്കം വോട്ട് ചെയ്ത് പോയിരിക്കുന്നു. മറ്റ് വോട്ടുകൾ എണ്ണി ആ മിഷൻ അത് ക്ലോസ് ചെയ്യുന്നതിന്റെ നടപടികളിലേക്ക് ഉദ്യോഗസ്ഥർ കടന്നിരിക്കുന്നു എന്നുള്ളതാണ് ഈ കുന്നത്തുനാടിലെ ഇപ്പോഴത്തെ ഒരു കാര്യമുള്ളത്. ഏകദേശം 6 മണിയോടുകൂടി തന്നെ അടയ്ക്കുകയും പിന്നീട് വന്ന ആളുകൾക്ക് സ്ലിപ്പ് കൊടുത്ത് അവരും വോട്ട് ചെയ്ത് മടങ്ങുകയും ചെയ്തിരിക്കുന്നു. ഇനി ഓരോ മണ്ഡലങ്ങളിലേക്കും പ്രത്യേകമായി ഓരോ സ്കൂളുകൾ കേന്ദ്രീകരിച്ചാണ് ഇത് സൂക്ഷിക്കുന്നത്. അവിടേക്ക് ഇവ കൊണ്ടുപോകുന്നതിനുള്ള നടപടികളിലേക്ക് കൂടി ഉദ്യോഗസ്ഥർ കടക്കുകയാണ്. ഈ വോട്ടിംഗ് ശതമാനം ഇത്രയേറെ വർദ്ധിച്ചത് ആർക്ക് ഗുണമായിരിക്കും എന്നുള്ളതാണ്. നമ്മൾ എപ്പോഴും പറയാറുണ്ട്, എറണാകുളം എന്ന് പറയുന്ന UDFന്റെ ഒരു കോട്ടയാണ്. കഴിഞ്ഞ തവണ LDFന് കേരളത്തിലാകെ തരംഗമുണ്ടായപ്പോഴും UDFന് 9 സീറ്റുകൾ നേടിക്കൊടുത്തത് ഈ എറണാകുളമായിരുന്നു. അപ്പോൾ അതിൻ്റെ വർധനവ് അതിലൊരു 14-ൽ 14 ലഭിക്കും എന്നുള്ളതാണ് UDF കണക്ക് കൂട്ടുന്നത്. ഇനി അത് 12 ആണെങ്കിൽ തന്നെ അത് ഏതൊക്കെ ആയിരിക്കും എന്നുള്ളത് വലിയ ആകാംക്ഷ നിറഞ്ഞു നിൽക്കുന്ന ചോദ്യമാണ്. LDFനാകട്ടെ അത് പഴയതുപോലെ തന്നെ 5 എന്നുള്ളത് ഒരു 7 ആക്കി വർദ്ധിപ്പിക്കാം, അല്ലെങ്കിൽ ആ പഴയത് അതുപോലെ തന്നെ നിലനിർത്താം എന്നുള്ളത് LDF പ്രതീക്ഷിക്കുന്നു. 2020 NDAയുടെ കൂടെ ചേർന്നതിനു ശേഷമുള്ള ആദ്യത്തെ തിരഞ്ഞെടുപ്പ് അവർ ഏറ്റവും കൂടുതൽ മധ്യകേരളം പ്രതീക്ഷിക്കുന്നു എന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ തൃപ്പൂണിത്തറ ഉൾപ്പെടെയുള്ള 9 സീറ്റുകളിലും 2020 NDAയ്ക്ക് വേണ്ടി മത്സരിക്കുന്നത്. അതിൻ്റെ ഉള്ളിൽ അസ്വാരസ്യങ്ങളുണ്ട്. അതൊക്കെ ഏത് രീതിയിലുള്ളൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കും എന്നുള്ളത് കൂടിയുണ്ട്. ഞാൻ ഈ നിൽക്കുന്ന കുന്നത്തുനാടാണ് ഏറ്റവും കൂടുതൽ 2020 ഒരു വിജയം പ്രതീക്ഷിക്കുന്നത്. ഞാൻ ഈ നിൽക്കുന്ന ഈ സ്കൂളിൻ്റെ വാർഡ് അതും 2020 ഭരിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ കൂടി ഈ കുന്നത്തുനാടിൻ്റെ ഒരു രാഷ്ട്രീയ ചിത്രം എങ്ങനെയായിരിക്കും എന്നുള്ളതും വലിയ ആകാംക്ഷയും ഉറ്റുനോക്കുകയും ചെയ്യുന്ന ഒരു കാര്യമാണ്. കാരണം VP സജീന്ദ്രനും PV ശ്രീനിജനുമാണ് മത്സരിക്കുന്നത്. ബാബു ദിവാകരൻ 2020 സ്ഥാനാർത്ഥിയാകുന്നു. അപ്പോൾ ഒരു അഭിമാന പോരാട്ടം എന്ന എറണാകുളത്ത് മധ്യകേരളത്തിൽ തന്നെ പറയാവുന്ന ഒരു മണ്ഡലമായി കുന്നത്തുനാട് മാറുന്നു എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. മറ്റ് അനിഷ്ട സംഭവങ്ങളൊന്നുമില്ലാതെയാണ് ഈ വോട്ടിംഗ് പൂർണ്ണമായും കഴിഞ്ഞിരിക്കുന്നത്. ചെറിയ ഒറ്റപ്പെട്ട സംഭവങ്ങൾ, പ്രത്യേകിച്ച് ഈ തൃശ്ശൂർ മേഖലയിലെ ചെറിയ ഒറ്റപ്പെട്ട സംഭവങ്ങൾ ഉണ്ടായി എന്നത് ഒഴിച്ചു നിർത്തിയാൽ പൊതുവെ സമാധാനപരമായിരുന്നു. ആ ഒരു വോട്ടിങ്ങിന് ആളുകൾ വലിയ നിരയില്ലാതെ ആ ഒരു ഫ്ലോ രാവിലെ മുതൽ നമുക്ക് കാണാനും സാധിച്ചിരിക്കുന്നു. അങ്ങനെ ജനാധിപത്യത്തിന്റെ 23 ദിവസം നീണ്ടുനിന്ന വലിയൊരു ഉത്സവത്തിന് അങ്ങനെ ഒരു കൊടിയിറങ്ങി അത് പെട്ടിയിലായിരിക്കുന്ന വോട്ടുകൾ മുഴുവനെന്ന് നമുക്ക് പറയാം. ആഷ്മി, കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത് വിപിൻ സി വിജയൻ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.